പുറത്ത് നല്ല ഗംഭീര മഴ പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ അടീനിയൊക്കെ മഴയത്ത് ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ നല്ല സങ്കടമുണ്ട്. എന്നാ പിന്നെ ഇതിനൊക്കെ എടുത്ത് നമ്മുടെ സിറ്റ് ഔട്ടിലേക്ക് വെച്ചാലോ എന്ന് ആലോചിച്ചപ്പോഴാണ് എനിക്ക് ഫാം സ്റ്റോറിൽ നിന്ന് കുറച്ച് വളങ്ങൾ അയച്ചു തന്നത്. നമ്മുടെ ഫെർട്ടിലൈസേഴ്സ് ഇല്ലേ, അതന്നെ കേട്ടോ. റെപ്പലന്റും പൊട്ടാഷ്യം അതുപോലെ തന്നെ DAPയും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഈ കാണിക്കുന്നതൊക്കെ എനിക്ക് അവരയച്ചു തന്നതാണ്. നിങ്ങൾ ഒരുപാട് ചെടി സ്നേഹികളാണെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കുള്ള ദൂരീകരണവും മാത്രമല്ല ഇതുപോലെ ഒരുപാട് ഫെർട്ടിലൈസേഴ്സ് പൂവുണ്ടാവാനും അതുപോലെ തന്നെ വേര് പിടിക്കാനും ഒക്കെ വേണ്ടിയിട്ട് അവർ നമുക്ക് റെക്കമെൻഡ് ചെയ്ത് അയച്ചു തരും കേട്ടോ. നന്നായിട്ട് പൂ പിടിക്കാൻ വേണ്ടിയിട്ട് DAPയും അതുപോലെ തന്നെ നന്നായിട്ട് ചെടികൾ വളരാൻ വേണ്ടിയിട്ട് പൊട്ടാഷ്യം അതുപോലെ തന്നെ ഒരുപാട് ക്രിസ്റ്റൽസും NPKയും അങ്ങനെ വേണ്ട ഒരു കുന്നുണ്ടായിരുന്നു ആ സംഭവങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് തോന്നി എന്നാൽ പിന്നെ എൻ്റെ ചെടികളിലും കുറച്ച് പേരൊക്കെ പൂവൊക്കെ കൊഴിഞ്ഞ് കരിഞ്ഞൊക്കെ തുടങ്ങിയായിരുന്നു. ഒന്ന് അവരെ ഒന്ന് പുഷ്ടിപ്പെടുത്താലോ അവർക്ക് കുറച്ച് ജീവൻ വെപ്പിക്കാലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാത്തിനും ഒന്ന് റീപ്ലാന്റ് ചെയ്യാണ് കേട്ടോ. പിന്നെ നമുക്ക് അടീനിയ മൊത്തത്തിലൊന്ന് നമ്മുടെ മഴയത്ത് നിന്ന് എടുത്ത് സിറ്റ് ഔട്ടിലേക്ക് വെക്കും വേണം. സിറ്റ് ഔട്ടിലത്തെ ചെടികളൊന്ന് റീപ്ലാന്റ് ചെയ്യും വേണം. അഗ്ലോണിമയാണ് കൂടുതലും ഞാൻ നമ്മുടെ സിറ്റ് ഔട്ടിൽ വെക്കാറുള്ളത്. ചെറിയൊരു സ്റ്റാൻഡുമേ ഒരു ഭംഗിയുള്ള അല്ലെങ്കിൽ പല വിധത്തിലുള്ള ബഹുവർണ്ണത്തിലുള്ള അടീനിയവും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു അഗ്ലോണിമയും ഒക്കെ നിറച്ച് നിരത്തി വെച്ചിട്ട് പൂവുണ്ടാകുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇരുന്ന് ചായ കുടിക്കുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അതൊന്ന് വേറെയല്ലേ. ഈ പൂക്കളെയും ചെടികളെയും ഒക്കെ സ്നേഹിക്കുന്നവർക്ക് ഈ ഫാം സ്റ്റോർ അടിപൊളിയാണ് കേട്ടോ. അവരുടെ കയ്യിൽ ഒരുപാട് വിത്തും അതുപോലെ തന്നെ ഇതുപോലെ ഫെർട്ടിലൈസേഴ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് DAP എടുത്തിട്ട് നമ്മുടെ അടീനിയ മൊത്തത്തിൽ അങ്ങോട്ട് സിറ്റ് ഔട്ടിലേക്ക് കയറ്റിയിട്ടുണ്ടായിരുന്നു. അതിനിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഒരു സ്പൂണ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇത് വാട്ടർ സൊല്യൂബിൾ ആയിട്ടുള്ള NPK ആണ് 19-19. അതൊന്ന് വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മുടെ എല്ലാ ചെടികളിലേക്കും അതായത് DAP ഇട്ട് കൊടുക്കാത്ത ചെടികളിലേക്കും ഒന്ന് കലക്കി കൊടുത്ത് ഇവിടേക്കൊന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. ഈ ചെടികളുടെ ഇടയിൽ നിൽക്കുമ്പോഴുള്ള സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ വയ്യ. പിന്നെ അതുമ്പോൾ പൂവുണ്ടായുള്ള കാര്യം പറയുകയും വേണ്ടല്ലോ. DAPയുടെയും അതുപോലെ തന്നെ NPKയുടെ ഒക്കെ എഫക്റ്റ് ഒരാഴ്ചക്കുള്ളിൽ കണ്ടു തുടങ്ങും. അപ്പോൾ ഇതാണ് ഇന്നത്തെ പരിപാടി.